അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഇറ്റ് ഈസ് അബൌട്ട് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിനെയാണ് കേട്ടോ, എനർജിയെ കുറിച്ചാണ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്, ആൻഡ് ഗ്രോയിങ് കൺസപ്ഷൻ ഓഫ് എനർജി has been resulted in the country becoming increasingly dependent on the fossil fuels such as coal, oil and gas. ഇപ്പൊ കൂടുതൽ ആളുകൾക്ക് എന്ത് വേണം? കോൾ, ഓയിൽ ആൻഡ് ഗ്യാസ് വേണം അല്ലെ. ഇപ്പോ ഫോർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആയിക്കോട്ടെ, ലൈവ്ലിഹുഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആയിക്കോട്ടെ, എന്തിനും അല്ലെ. അപ്പൊ അതിന് ഡിമാൻഡ് കൂടി വരികയാണ് അല്ലെ. അപ്പോ ദി റൈസിംഗ് പ്രൈസസ് ഓഫ് ഓയിൽ, ഓയിലിന് എന്താണ്? പ്രൈസ് കൂടി വരികയാണ്. നമുക്ക് അതിന് ലഭ്യത കുറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രൈസ് കൂടും അല്ലെ. ആൻഡ് ഓൾസോ ദ ഗ്യാസ് ആൻഡ് ദിയർ പൊട്ടൻഷ്യൽ ഷോർട്ടേജ് ഹാവ് റേസ്ഡ് ദ അൺസർട്ടനിറ്റീസ് അബൌട്ട് ദ സെക്യൂരിറ്റി ഓഫ് energy supply in future, which can have serious repercussions on the growth of the national economy. ഇതിലെന്താ പറയുന്നത് മക്കളെ? ഇറ്റ് ഈസ് മെയിൻലി നമ്മൾ എന്താണ് ഓയിലൊക്കെ എന്ന് വെച്ചാൽ ഓവർ യൂസ് ചെയ്താണ് ഈ ഫ്യൂച്ചറിൽ അതിന്റെ ലഭ്യത കുറയും എന്നതാട്ടോ ഈ ഒരു സിമ്പിൾ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ദ ഇൻക്രീസിംഗ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് also causes serious environmental problems. ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, hence there is a pressing need to use renewable energy sources. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സ്, കോൾ, പെട്രോളിയം അല്ലെ, കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് ആയിട്ടുള്ള കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസിനൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആയിട്ടുള്ള സോളാർ എനർജി, വിൻഡ്, ടൈഡ്, ബയോമാസ് എന്നുള്ള എനർജി ഫ്രം വേസ്റ്റ് മെറ്റീരിയൽ, അതും കൂടെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതൊക്കെ അടങ്ങുന്ന എനർജി റിസോഴ്സസിന് പറയുന്ന പേരാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, വി ആർ ഡിസ്കസിങ് അബൌട്ട് ന്യൂക്ലിയർ ഓർ അറ്റോമിക് എനർജി. വാട്ട് ഈസ് ന്യൂക്ലിയർ ഓർ അറ്റോമിക് എനർജി? നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഇത് ലഭിക്കുക. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഓൾട്ടറിംഗ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ആറ്റംസിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോഴാണ് എന്ത് വരിക അല്ലെ, എന്ന് വെച്ചാൽ ആറ്റംസിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന എനർജിയാണ് ന്യൂക്ലിയർ ഓർ അറ്റോമിക് എനർജി. And when such an alteration is made, അങ്ങനെ ഒരു ഓൾട്ടറേഷൻ മെയ്ഡ് ചെയ്യുമ്പോൾ മച്ച് എനർജി is released in the form of, അങ്ങനെ അതിനൊരു ഓൾട്ടറേഷൻ, അതിന്റെ സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? എനർജി, മച്ച് എനർജി is released in the form of heat, and this is used to generate electric power. ഈ ഒരു പുറന്തള്ളുന്ന ഹീറ്റ് ആണ് ഇലക്ട്രിക് പവർ റിലീസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, and it is nuclear or atomic energy. It is obtained by altering the structure of atoms, and when such an alteration is made, much energy is released in the form of heat, and this is used to generate electric power. Okay, any nuclear and atomic in the for example നോക്കാം അല്ലെ. Uranium and thorium, which are available in Jharkhand and Aravalli ranges of Rajasthan, are used for generating atomic or nuclear power. ഇങ്ങനെയുള്ള atomic and nuclear power ഇതാവാൻ സഹായിക്കുന്ന മെറ്റൽസ്, മിനറൽസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് യുറാനിയം ആൻഡ് തോറിയം. അത് കൂടുതലുള്ളത് എവിടേക്കാണ്? ജാർഖണ്ഡിലാണ് യുറാനിയം ആൻഡ് തോറിയം കൂടുതൽ കാണുന്നത്, ആൻഡ് ഓൾസോ ഇൻ ആരവല്ലി റേഞ്ചസ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, ആൻഡ് ദ മോണസൈറ്റ് സാൻഡ്സ് ഓഫ് കേരള ഓൾസോ റിച്ച് ഇൻ തോറിയം. കേരളയിലെ മോണസൈറ്റ് സാൻഡ്സിൽ അല്ലെ, മോണസൈറ്റ് സാൻഡ്സിലും കൂടുതൽ തോറിയം കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? യുറാനിയം ആൻഡ് തോറിയം വിച്ച് ആർ അവൈലബിൾ ഇൻ ജാർഖണ്ഡ് ആൻഡ് ആരവല്ലി റേഞ്ചസ് ഓഫ് രാജസ്ഥാൻ ആർ യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് അറ്റോമിക് ഓർ ന്യൂക്ലിയർ power. Okay, the monazite sands of Kerala is also rich in thorium. Okay.
ഇനി നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസിന്റെ ഓരോ എനർജി റിസോഴ്സും ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അത് ഫസ്റ്റ് വൺ ആണ് സോളാർ എനർജി. ഓക്കെ, എന്താണ് സോളാർ എനർജി? ഇന്ത്യ is a tropical country. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ഇറ്റ് ഹാസ് എനോമസ് പോസിബിലിറ്റി ഓഫ് ടാപ്പിംഗ് സോളാർ എനർജി. നമുക്ക് പല ടൈപ്പ് ഓഫ് ട്രിക്സ് യൂസ് ചെയ്തിട്ട് സോളാർ എനർജി നമുക്ക് കൺസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, photovoltaic technology converts sunlight directly into electricity. ഈ ഫോട്ടോവോൾട്ടായിക് ഈ ഒരു ടെക്നോളജി ആയിട്ടുള്ള ഫോട്ടോവോൾട്ടായിക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് സൺലൈറ്റിനെ ഡയറക്ട്ലി എന്തിലേക്ക് മാറ്റാം? ഇലക്ട്രിസിറ്റി ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെ. Okay, and next one, solar energy is fast becoming popular in rural and remote areas. ഇപ്പൊ റൂറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സിറ്റി ഏരിയസിലൊക്കെ ഇപ്പൊ സോളാർ എനർജി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യ is a tropical country and it has enormous possibilities of trapping the solar energy. And second point എന്താ പറഞ്ഞത്? Photovoltaic technology converts sunlight directly into electricity. And third point, solar energy is fast becoming popular. It is becoming popular. Solar energy is becoming popular in both rural and remote areas എന്നാണ് പറയുന്നത്. Okay. Next point നോക്കിക്കേ, some big solar power plants are being established in different parts of India, which will minimize the dependence of rural households on firewood and dung cakes, which in turn will contribute to environmental conservation and adequate supply of manure in agriculture. ഇങ്ങനെ നമ്മൾ സോളാർ പവർ പ്ലാന്റ്സ് കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഉള്ളത് കൊണ്ട് കൺവെൻഷണൽ എനർജി റിസോഴ്സസിന്റെ കുറെ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു പോയിന്റില്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡ് എനർജിനെ കുറിച്ചാണ്. ഓക്കെ, നോക്കിയാലോ, ഇന്ത്യ ഹാസ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഓഫ് വിൻഡ് പവർ. നല്ല രീതിയിലുള്ള വിൻഡ് പവർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ദ ലാർജസ്റ്റ്, ഞാൻ പറഞ്ഞ ഇത് കണ്ടില്ലേ, ദ ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാടു. ഫ്രം നാഗർകോവിൽ ടു മധുരൈ റീജിയൻസിൽ പോയാൽ നമുക്ക് ആ ഒരു വിൻഡ് ഫാം ക്ലസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് വിൻഡ് ഫാം ക്ലസ്റ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇൻ തമിഴ്നാടു. ഫ്രം നാഗർകോവിൽ ടു മധുരൈ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കി. അപ്പാർട്ട് ഫ്രം ദിസ്, ഈ തമിഴ്നാട് കൂടാതെ വേറെ സ്റ്റേറ്റിലും വിൻഡ് ഫാം ക്ലസ്റ്റർ ഉണ്ട് കേട്ടോ മക്കളെ. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ഇറ്റ് ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, നമ്മുടെ കേരളയിലും ഉണ്ട്, മഹാരാഷ്ട്ര ആൻഡ് ലക്ഷദ്വീപ് ഹാവ് ഇമ്പോർട്ടന്റ് വിൻഡ് ഫാംസ്. ഈ സ്റ്റേറ്റിലൊക്കെ ഉണ്ട്. തമിഴ്നാട് കൂടാതെ ഇറ്റ് ഈസ് ഇൻ ദ വിൻഡ് ഫാം ക്ലസ്റ്റർ ഇസ് ഇൻ ആന്ധ്രാപ്രദേശ്, ആൻഡ് സെക്കൻഡ് വൺ കർണാടക, തേർഡ് വൺ ഗുജറാത്ത്, fourth one Kerala, and fifth one Maharashtra, and sixth one Lakshadweep. Okay, have important wind farms. Okay, Nagarkovil and Jaisalmer are well known for effective use of wind energy in the country. Famous ആയിട്ടുള്ള wind farm cluster ഉള്ള areas ആണ് ഇവിടെ നാഗർകോവിലും ജയ്സാൽമറിലും എന്ന് ഓർക്കണം. Okay, next one we are discussing about biogas. ബയോഗ്യാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിലൊക്കെ നിന്നാണ് നമ്മൾ ബയോഗ്യാസ് ഇതാക്കുന്നത് നോക്കിയാലോ. എക്സ്ട്രാക്ട് ചെയ്ത് through straps, farm waste, animal and human waste are used to produce biogas for domestic consumption in rural areas. Rural areas livelihood related ആയി കിച്ചണിൽ നമ്മൾ ബയോഗ്യാസ് യൂസേജസ് ഇപ്പൊ ഉണ്ട് അല്ലെ. അത് എന്തിലൊക്കെ നിന്നാണ് നമ്മൾ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ത്രൂ സ്ട്രപ്സ്, ഫാം വേസ്റ്റ്, ആനിമൽ ആൻഡ് ഹ്യൂമൻ വേസ്റ്റ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ നോക്കിക്കേ, this decomposition of organic matter that yields gas which has higher thermal efficiency in comparison to കെറോസിനെക്കാട്ടും നല്ല ഹയർ തെർമൽ എഫിഷ്യൻസി ഉണ്ട് ബയോഗ്യാസിന്. ഡങ് കേക്കിനെക്കാളും കാർക്കോളിനെക്കാളും ഈ ഒരു ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ദാറ്റ് ഈസ് ഗ്യാസ് വിച്ച് ഹാസ് ഹയർ തെർമൽ എഫിഷ്യൻസി ഇൻ കമ്പാരിസൺ ടു കെറോസിൻ, ഡങ് കേക്ക് ആൻഡ് കാർക്കോൾ. ഓക്കെ, ഇങ്ങനെയുള്ള ബയോഗ്യാസ് പ്ലാന്റ്സ് ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്? The biogas plants are set up at municipal,
കോപ്പറേറ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ ലെവൽസ്. ഇപ്പൊ ഏതൊക്കെ ലെവൽസിലായിട്ട് ബയോഗ്യാസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ്സ് ഇപ്പൊ ഏതൊക്കെ ലെവൽസിലായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നാ മക്കളെ പറയുന്നത്? മുനിസിപ്പൽ, second one cooperative, and in third one individual levels. Okay, next point നോക്കിക്കേ, the plants using cattle dung are known as gobar gas plants. ഈ plants ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നു? cattle dung വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിന് gobar gas plants എന്നാണ് പറയുക. Okay, gobar gas plants. Okay, അങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ദിസ് പ്രൊവൈഡ് ട്വിൻ ബെനിഫിറ്റ്സ് ഫോർ ഫാം. ഇത് കർഷകർക്ക് ഇരട്ടി ലാഭമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് എനർജി, അതിന് എനർജിയും കിട്ടുന്നു, ആൻഡ് ഓൾസോ ദ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് മാന്യൂറും ലഭിക്കുന്നു. പ്ലാന്റ്സിന് എനർജിയും ലഭിക്കുന്നു, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് മാന്യൂറും ലഭിക്കുന്നു. Okay, and biogas is by far most efficient use of cattle dung. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് അത് ബയോഗ്യാസ് നല്ല രീതിയിൽ കൗഡങ് യൂസ് ചെയ്തു. ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് മാനർ. ബയോഗ്യാസ് അതിൽ യൂസ് ചെയ്യുമ്പോൾ, കൗഡങ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കൂട്ടുന്നു. ഓൾസോ ഇറ്റ് പ്രിവെന്റ്സ് ദ ലോസ് ഓഫ് ട്രീസ്. അങ്ങനെ ട്രീസ് ഇങ്ങനെ നഷ്ടപ്പെടുന്നതിൽ നിന്ന് അത് പ്രിവെന്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ടു ദ ബേണിംഗ് ഓഫ് ഫ്യൂൽ, വുഡ് ആൻഡ് കൗഡങ് കേക്സിനൊക്കെ അത് ഹെൽപ്ഫുൾ ചെയ്യുന്നു ബയോഗ്യാസ് എന്നാണ് പറയുന്നത്. ദ യൂസസ് ഓഫ് ബയോഗ്യാസ് ആണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് യൂസസ്? ബയോഗ്യാസ് ഇസ് ബൈ ഫാർ ദ മോസ്റ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് കാറ്റിൽ ഡങ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് മാനർ. വളത്തിന്റെ ക്വാളിറ്റി, മേന്മ വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ പ്രിവെന്റ്സ് ദ ലോസ് ഓഫ് ട്രീസ് ആൻഡ് മാനുവർ. ആൻഡ് ഓൾസോ ആൻഡ് ഡ്യൂ ടു ദ ബേണിംഗ്, അല്ലെ, ഇങ്ങനെ ട്രീസിനെ ഒക്കെ സംരക്ഷിക്കുന്ന എന്ത്? ഈ ഫ്യൂവൽ വുഡിൽ നിന്നുള്ള ബേണിംഗിൽ നിന്നൊക്കെ ഇതാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ് അബൌട്ട് ടൈഡൽ എനർജി. എന്താണ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്? അത് എന്തിൽ നിന്നാണ് ലഭിക്കുക? ത്രൂ ഓഷ്യനിക് ടൈഡ്സ് ക്യാൻ ബി യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓഷ്യന്റെ വേവ്സിന്റെ അനുസരിച്ച് നമുക്ക് അത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ ഫ്ലഡ് ഗേറ്റ് ഡാംസ് ആർ ബിൽറ്റ് അക്രോസ് ഇൻലെറ്റ്സ്. ഇപ്പൊ അറിയാം, ഇപ്പൊ പല കടൽ ഭിത്തി ഇതാക്കുന്നില്ലേ? ഫ്ലഡ് ഗേറ്റ് ഡാംസ് ബിൽറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആൻഡ് ഡ്യൂറിംഗ് high tide, water flows into the inlet and gets trapped when the gate is closed. ഇങ്ങനെ ഹൈ ടൈഡ്, വലിയ തിരമാല വരുമ്പോ ആ വെള്ളമൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ഇൻലെറ്റ്സ്, വലിയ ഫ്ലഡ് ഗേറ്റ് ഡാംസ് ബിൽറ്റപ്പ് ചെയ്യുന്നു പറഞ്ഞല്ലോ ഓഷ്യന്റെ ഇതില്. അപ്പൊ അവിടെ ട്രാപ്പ് ചെയ്യും, അങ്ങനെ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദ ടൈഡ് ഫോൾസ് ഔട്ട്സൈഡ് ദ ഫ്ലഡ് ഗേറ്റ്, അങ്ങനെ അത് പുറമെ, ടൈഡ് ഫോൾസിന്റെ പുറമെയാണ് വീഴുന്നതെങ്കിൽ the water retained by the floodgate flows back to the sea. അത് സീയിലേക്ക് പോവുകയും pipe that carries it through a power generating turbine ലേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടൈഡൽ എനർജി കൂടുതലായിട്ട് യൂസപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എവിടൊക്കെയാണ് കാണപ്പെടുക? ഇങ്ങനെയുള്ള ഡാംസ് ഒക്കെ, ഫ്ലഡ് ഗേറ്റ് ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് നല്ല രീതിയിൽ ടൈഡൽ എനർജി ഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഏതൊക്കെയാന്ന് നോക്കിയാലോ? In India, the Gulf of Cambet and the Gulf of Kutch in Gujarat on the western coast and Gangetic Delta in Sundarban regions in Bengal provide ideal condition for the utilizing tidal energy. ഇന്ത്യയില് ഗൾഫ് ഓഫ് കാമ്പട്ട്, ഗൾഫ് ഓഫ് കച്ച് ഇൻ ഗുജറാത്തിലും ടൈഡൽ എനർജി നല്ല രീതിയിൽ യൂസപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ on the west, also on the Gangetic Delta in Sundarbans and also the regions of West Bengal. Okay, അപ്പോ ഈ ഒരു ടൈഡൽ എനർജി യൂസപ്പ് ചെയ്യുന്ന ഏരിയ നമുക്കൊന്ന് ഇവിടേക്ക് എഴുതിയിടാം, കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ഗൾഫ് ഓഫ് കാമ്പറ്റ്, Gulf of Kutch, Gulf of Kutch. എവിടെയാണ് ഈ സ്ഥലം? ഗുജറാത്തിലാണ്, അല്ലെ? ഗുജറാത്ത്. ഓക്കെ, നെക്സ്റ്റ് Gangetic Delta in Sundarban, Gangetic Delta
in Sundarbans. In Sundarbans, West Bengal. Okay. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ? ഗൾഫ് ഓഫ് കാമ്പറ്റ്, ഗൾഫ് ഓഫ് കച്ച് ഏരിയ ഗുജറാത്തിലാണ്. ഗംഗറ്റിക് ഡെൽറ്റ ആൻഡ് സുന്ദർബൻ വെസ്റ്റ് ബംഗാളിലൊക്കെ കൂടുതലായിട്ട് എന്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? ടൈഡൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, geothermal energy refers to the heat and electricity that is produced by using the heat from the interior of the earth. ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഇതിന് ചൂടും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇറ്റ് ഈസ് യൂസിങ് ദ ഹീറ്റ്. നമ്മുടെ എർത്തിന്റെ അടിഭാഗത്ത് നിന്ന ഹീറ്റ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഇവിടെ ഹീറ്റ്, ഈ ഒരു ജിയോ തെർമൽ എനർജി യൂസ് ചെയ്തിട്ട് ഹീറ്റും ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഹീറ്റ് ഓഫ് ദി ഇന്റീരിയർ ഓഫ് ദി എർത്ത് എന്നാണ് പറയുന്നത്. ആൻഡ് ജിയോ തെർമൽ എനർജി എക്സിസ്റ്റ്. ജിയോ തെർമൽ എനർജി എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? ബിക്കോസ് ദ എർത്ത് ഗ്രോസ് പ്രോഗ്രസീവ്ലി ഹോട്ടർ വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. അല്ലെ, എപ്പോഴും എർത്ത് എന്താ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത്രയും ചൂടാവുകയാണ് ചെയ്യുന്നത്. അല്ലെ, വിത്ത് ഇൻക്രീസ്, അതിന്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഇസ് ജിയോ തെർമൽ എനർജി? ഇറ്റ് ഈസ് refers to heat and electricity produced by using. ഇവിടെ ഹീറ്റും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് കാരണം കൊണ്ടാണ്? ബിക്കോസ് they use the heat that is produced by the interior of the earth. അത്രയേ ഉള്ളൂ. And geothermal energy exists because the earth grows progressively hotter and it increases its depth too. Okay, next point നോക്കിക്കേ. where the geothermal gradient is high. അങ്ങനെ geothermal gradient കൂടുമ്പോൾ high temperatures are found at shallow depth. geothermal gradient high ആവുമ്പോൾ high temperature ആയിരിക്കും ആഴത്തിൽ ഉണ്ടാവുക. Okay, and the groundwater in such areas absorbs heat from the rocks and becomes hot. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിലുള്ള അല്ലെ ഗ്രൗണ്ട് വാട്ടറുള്ള ഏരിയാസിലൊക്കെ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യും. It is from the rocks and it becomes hot ആയി മാറും എന്നാണ് പറയുന്നത്. Okay, it is so hot that when it rises to the earth's surface, അത് earth surfaceലേക്ക് വരുമ്പോൾ വലിയ ചൂട് അനുഭവപ്പെടും. and it turns into a steam. അത് steam ആയി മാറും. and this steam is used to dry. ഈ ഒരു steam ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. and there are several hundred hot springs in India. നമ്മുടെ ഇന്ത്യയില് ഈ ജിയോ തെർമൽ എനർജി യൂസ് ചെയ്ത് കുറെ ഹോട്ട് സ്പോട്ട്സ് ഉണ്ട് ഇന്ത്യയില്, which could be used to generate what? Electricity. Okay, and ഈ ജിയോ തെർമൽ എനർജി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള two projects were also set up. 2 experimental projects have been set up in India to harness geothermal energy, and one is located in എവിടെയാണ്? Parvati Valley near Manikaran in Himachal Pradesh, and other is located in Puga Valley in Ladakh. അവിടെ hot springs exist ചെയ്യുന്നുണ്ട്, that is using geothermal energy. First one എവിടെയാണ്? Parvati Valley. geothermal energy ന്റെ plants എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തത്? It is hot springs is located in Parvati Valley near Manikaran in Himachal Pradesh, and other is located in Puga Valley, Ladakh. Okay, ഇനി നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി റിസോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ എനർജി റിസോഴ്സ് ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എനർജി ഇസ് എ ബേസിക് റിക്വയർമെന്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തികമായ എല്ലാ രീതിയിലുള്ളതിനും ഡെവലപ്മെന്റിനും എനർജി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്തൊക്കെ സെക്ടറിലാണ് എനർജി യൂസ് ചെയ്യുന്നത് മക്കളെ? എവറി സെക്ടർ ഓഫ് നാഷണൽ എക്കണോമി. നമ്മുടെ ദേശീയമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ റിലേറ്റഡ്, ഇൻഡസ്ട്രി റിലേറ്റഡ് മാറ്റേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, കൊമേഴ്ഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സിനൊക്കെ എന്താവശ്യമാണ്? ഇൻപുട്ട് ഓഫ് എനർജി വളരെ അത്യാവശ്യമാണ് അല്ലെ. എവറി സെക്ടർ ഓഫ് നാഷണൽ എക്കണോമി ഇറ്റ് ഈസ് ലൈക്ക് agriculture, industry, transport, commercial and domestic that needs the inputs of energy, because energy is a basic requirement for economic development. Okay.
And this economic development plans implemented since independence എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസിന്റെ സ്വാതന്ത്ര്യ സമരം നമുക്ക് സ്വാതന്ത്ര്യം നേടിയിൽ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോ തൊട്ടേ ഇത്തരം പ്ലാൻസ് എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാൻസ് ഇവിടെ നിലനിന്നിരുന്നു. ആൻഡ് നെസസറിലി റിക്വയർഡ് ഇൻക്രീസിംഗ് അമൗണ്ട്സ് ഓഫ് എനർജി ടു റിമെയിൻ ഓപ്പറേഷണൽ. ഓക്കെ, as a result, the consumption of energy in all forms has been steadily rising at all over the country. ഇങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഗവൺമെന്റ് ഇറക്കിയിരുന്നു. സിൻസ് ഇൻഡിപെൻഡൻസ് നെസസറി റിക്വയർഡ് ഇൻക്രീസിംഗ് എമൗണ്ട് ഓഫ് എനർജി ടു റിമെയിൻ ഓപ്പർ. ഇങ്ങനെ എനർജി ഇങ്ങനെ ഇൻക്രീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ യൂസപ്പ് ചെയ്യണം. അങ്ങനെയാണ് എനർജി കൺസ്യൂം ചെയ്യുന്ന തരത്തില് നമ്മൾ പല രീതിയിൽ യൂസപ്പ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെ. അതിനാണ് പ്ലാൻസ് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ ഓരോ എനർജി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അതിന് ഒരു ലിമിറ്റ് കൊടുക്കണം, ലിമിറ്റേഷൻ വേണം അല്ലെ. ദർ ഇസ് എൻ urgent നീഡ് ടു ഡെവലപ്പ് എ സസ്റ്റൈനബിൾ പാത്ത് ഓഫ് എനർജി ഡെവലപ്മെന്റ്. നല്ല രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഓവർ ആയിട്ട് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുക. ഓക്കെ, ദ പ്രൊമോഷൻ ഓഫ് എനർജി കൺസർവേഷൻ. നല്ല രീതിയിൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക, എങ്ങനെയാണ് എനർജി കൺസേർവ് ചെയ്യേണ്ടത്, എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ ദ ട്വിൻ പ്ലാങ്സ് ഓഫ് സസ്റ്റൈനബിൾ എനർജി. നമ്മൾ എന്ത് ചെയ്യുക, റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ സസ്റ്റൈനബിൾ എനർജിയിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുക. അത് എന്ത് ചെയ്യും, നമ്മളെ എനർജി റിസോഴ്സസിനെ കൺസേർവ് ചെയ്യും. ഓക്കെ, ഭാവി തലമുറകൾക്കും അതെന്താണ്, അത്യാവശ്യമാണ്. ആൻഡ് ഇന്ത്യ ഇസ് പ്രസന്റ്ലി വൺ ഓഫ് ദ ലീസ്റ്റ് എനർജി എഫിഷ്യന്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇപ്പൊ കൂടുതൽ ഇന്ത്യയിലുള്ള ആളുകൾ എക്കണോമിക് ബെനിഫിറ്റ് യൂസ് ചെയ്ത് നമ്മളിപ്പോ ലീസ്റ്റ് എനർജി എഫിഷ്യന്റ് കൺട്രിയായി മാറി ലോകത്ത് വെച്ച്. വി ഹാവ് ടു adopt a cautious approach for the judicious use of our limited energy resource. ഇനിയും ഒരു എനർജി പ്ലാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റസ് കുറഞ്ഞുകൊണ്ടേ വരും ഇന്ത്യന്റെ അല്ലെ. ഫോർ എക്സാമ്പിൾ, ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? Okay, we can do our bit by using public transport system. എന്ന് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കാൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. Okay, instead of individual vehicles. Okay, switching off electricity when not in use. ഉപയോഗിക്കാത്തപ്പോ ഇലക്ട്രിസിറ്റി ഓഫ് ആക്കിയിടുക. യൂസിങ് പവർ സേവിംഗ് ഡിവൈസ്, എപ്പോഴും വീടുകളിൽ പവർ സേവിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുക. ആൻഡ് യൂസിങ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്യുക. സോളാർ, ടൈഡൽ അങ്ങനെയുള്ള എനർജീസ് യൂസ് ചെയ്യാം. അങ്ങനെ എനർജി സേവ് ചെയ്യുമ്പോ എനർജി അല്ലെ, ആഫ്റ്റർ ഓൾ എനർജി സേവ്ഡ് ഇസ് എനർജി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. നല്ല രീതിയിൽ എനർജി റിസോഴ്സസ് യൂസ് ചെയ്യാം. മിനറൽസ് ഒക്കെ റിച്ച് സോഴ്സ് ഓഫ് മിനറൽസ് ഉണ്ട്, എനർജി റിസോഴ്സസ് എല്ലാം ഉണ്ട് അല്ലെ. ഓവർ യൂസ് ചെയ്യാതെ നമ്മൾ എല്ലാത്തിനും ലിമിറ്റ് വെച്ച് യൂസ് ചെയ്യാൻ നോക്കുക. ഭാവി തലമുറകൾക്കും ഇതൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു മെസ്സേജ് പകർന്നിട്ടാണ് ഈ ഒരു ചാപ്റ്റർ, ഒരു സിമ്പിൾ ചാപ്റ്റർ അവസാനിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നല്ലൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.